പണ്ട് ഞാനൊരു അടക്കത്തിന് ഞാൻ പെറ്റതലയ്ക്ക് വെള്ളം കൊടുക്കാത്തവള, അവളാ കരയുന്നത്. അപ്പോൾ അടുത്തുള്ള ഹൈന്ദവ സ്ത്രീകൾ കയ്യെ കയറി പിടിച്ചിരിക്കുക. പേര് ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ലൈനിൽ കാണും. ഞാനൊരു പേരിടുക തങ്കമ്മ, ഞാനങ്ങ് ഇടുക. അതൊന്നും അല്ല പേര്. എന്നാൽ ഹിന്ദു സ്ത്രീകൾ പറഞ്ഞു തങ്കമ്മ കരയാതെ മരുമേള തലയ്ക്ക് വെള്ളം കൊടുക്കാത്തവളാ, തങ്കമ്മ കരയാണ്ട് ആക്ഷനാ അലയ്ക്കാൻ. ഞാൻ പറഞ്ഞ് കയ്യിൽ നിന്ന് വിടാൻ പറഞ്ഞു, അവൾ അലയ്ക്കട്ടെ. അവർ കയ്യിൽ നിന്ന് വിട്ടപ്പോൾ അവൾ ചുമ്മാ നിൽക്കുക. ചുമ്മാതാണിതല്ല അരി തള്ളയുടെ വായിക്കരി എന്നാ പറയുന്നത്. എന്തിനാ അത് കഴിയുമ്പോൾ ഇങ്ങനെ ഇടുന്നു? നീ അത്ര അരി കൊടുക്കണ്ടായിരുന്നല്ലോ, ജീവിച്ചിരുന്നപ്പോൾ 100 അരി ഇട്ട് കഞ്ഞി വെച്ച് കൊടുത്തിരുന്നത്. അത് നിങ്ങൾ ചൂട് കഞ്ഞി കുടിച്ചെങ്കിലും അവിടെ വാടത്തേണ്ട ഇരുന്ന കാര്യം നമ്മുടെ അമ്മച്ചിയാ. കാക്കയോ കാക്കയായിട്ടും മരികല, പൂച്ചയായിട്ടും മരികല, കൊക്കായിട്ടും മരികല, കോഴിയായിട്ടും മരികല, കുളക്കോടിയായിട്ടും മരികല, ഒന്നും ആയിട്ടും മരികല. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകും. ഇതെന്തുവാ? അത് നെന്മീനാ. ഓ അതോ അത് മോതയാ, ടേസ്റ്റ് ഇല്ല. നീ ഉണക്കക്കുറിച്ച് ചുട്ട് തിന്ന് നിന്റെ അണ്ണാക്കി മുള്ളുടക്കി പച്ചച്ചോറ് ഉരുട്ടി നീ വിഴുങ്ങിയ നിന്റെ പഴയ കാര്യം ഒന്ന് നീ കൈ വെടിപ്പായിരിക്കണം. എൻ്റെ കയ്യിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു. നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? അതിന് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു പ്രയോഗം വെടിപ്പുള്ള കൈ എന്നാ. അങ്ങോട്ട് പോകുന്ന ആൾക്കാരുടെ ലിസ്റ്റാ താഴെ. അങ്ങനല്ലേ 15:1 മുതൽ വായിച്ചേ. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? വെടിപ്പുള്ള കൈ ലിസ്റ്റാ. അങ്ങോട്ട് പർവ്വതത്തിൽ ആര് ചെല്ലും, അവിടെ ആര് നിൽക്കുമെന്നുള്ളതിന് പോകുന്ന ആൾക്കാരുടെ അതിന്റെ ക്വാളിറ്റിയാ. വെടിപ്പുള്ള കൈയും പിന്നെ നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ദൈവത്തിന് മഹത്വം. താഴോട്ട് പിന്നെ ഉണ്ട്, വായിപ്പിക്കുന്നില്ല. അതിലൊരു പദം വെടിപ്പുള്ള കയ്യ്. പ്രവചന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയണം. അങ്ങനെ എഴുതിയേക്കുന്നത്. കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയണമെന്നല്ല, കൈ വെടിപ്പായിരിക്കണം. ദൈവസന്നിധിയിൽ കൈ മലർത്തുമ്പോൾ ഇതിനകത്തൊന്നും അകൃത്യം കാണരുത്. അങ്ങനെയുള്ളവര് പൗലോസ് പറയുന്നത് പോലെ കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും. കൃപയിൻ അത്യന്തധനം മൺപാത്രങ്ങളിൽ പകർന്നു നിത്യ ജീവന്റെ താഴ്ന്ന നിലത്തു പാകി. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ കൈ നല്ല വെടിപ്പായിരിക്കണം. സ്തോത്രം. ചുമ്മാ കൈ പൊക്കുകയും വീശുകയും ടാറ്റ കാണിക്കുകയും ചെയ്ത പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം ഉണ്ടാക്കാം, മേപ്പോട്ട് പോവുകയല്ല. കൈ വെടിപ്പായിരിക്കണം. ഇപ്പം പാട്ടുകാരൊക്കെ ചിലടത്ത് പറയില്ല, ആ കരങ്ങൾ വീശി വീശി, ബ്ലേഡുകാരനായി വീശുന്നത്. ആ കരങ്ങൾ വീശി വീശാം. അതിന് വാന്തിയവനാ കൈ വീശുന്നത്. ദൈവം കേൾക്കുകയല്ല. കൂട്ടുകാരനെ ദോഷം ചെയ്തവനാ കൈ വീശരുത്. പാട്ടുകാർ പിന്നെ ഒരു ഓളത്തിന് പറയും, ആ കരങ്ങളെല്ലാം ഉയർത്തി വീശി വീശി ഒരിക്കൽ കൂടെ നന്നായിട്ട്. അത് പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം ഉണ്ടാക്കുക. ദൈവം തമ്പുരാൻ ഓളത്തിലും മേളത്തിലും പ്രസാദിക്കുന്ന ആളല്ല.
ദൈവം അവിടുന്ന് ഹൃദയം നോക്കും. സ്തോത്രം. ആട്ടെ, ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ തെക്കേദേശത്ത് വന്ന്, തെക്കേദേശം എന്ന് പറഞ്ഞാൽ മറുവശം ഉണ്ട്, അത് പ്രശ്നമുള്ള സ്ഥലമാണ്. കന്നുകാലി, വെള്ളി, പൊന്ന് എന്നീ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ഈ ചില ആൾക്കാര് ധരിച്ചു വച്ചിരിക്കുന്നത് പെന്തിക്കോസിലും ഉണ്ട്. മനുഷ്യന്റെ എല്ലാം ഒരു ധാരണ, ഈ സമ്പത്ത് നല്ലതുപോലുള്ളത് സുഖകരമാണ് ചിലരുടെ ചിന്ത. ഇതുപോലെ അസ്വസ്ഥത. അത് നല്ല നിലയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്നും മനോദുഃഖമാണ്. അതെ, എൻ്റെ ശൈലി പറയാം, കാശ് കണ്ടമാനം ഉണ്ടാകുന്നത് അത്ര സുഖകരമല്ല, എപ്പോഴും അസ്വസ്ഥതയാണ്. അതെ, നിങ്ങളതുള്ളവരോട് ശരിക്കും ഉറങ്ങാനൊക്കത്തില്ല, എന്നും ടെൻഷനാണ്. 5 പൈസ പോലും ഇല്ലാത്തൊരു യോഗത്തിന് വരെ കുത്തിയിരുന്ന് ഉറങ്ങുക. കാരണം ഒന്നുമില്ല, മേലോട്ട് നോക്കിയാൽ ആകാശവും കീഴോട്ട് നോക്കിയാൽ ഒരു ടെൻഷനില്ലല്ലോ. ഇതുള്ളവർക്ക് ഏത് ബാങ്കിലിടണം, ബാങ്ക് പൊട്ടിപ്പോവോ, ചിന്താഭാരം ഉണ്ടാകും. പിന്നെ മുത്തൂറ്റാന്നോ പൊട്ടുന്നത്, അതോ ഇനി HDFC ആന്നോ ICICI ആന്നോ സ്റ്റേറ്റ് എല്ലാം ബാങ്കെല്ലാം യോജിക്കുന്നു, നമ്മുടെ കാര്യം എങ്ങനെ ആകും? സ്തോത്രം. മോളറിയാതെ, മോനറിയാതെ, ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ അവിടെ ഇവിടെയൊക്കെ ഇട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആത്മീക ലോകത്തുള്ളവർക്ക് ചിലർക്ക് ലോക ബാങ്കിൽ വരെ അക്കൗണ്ട് ഉണ്ടെന്ന് കേൾക്കുന്നു. ലോക ബാങ്ക് എന്തുവാ, ജെയിംസ്, ആ ബാങ്കിൻ്റെ പേരെന്തുവാ? സ്വിസ് ബാങ്ക് ഉണ്ടെന്ന് കേൾക്കുന്നു. ഇതെന്തും വേണ്ടമായി വരുന്നെന്നും ഇതെന്തും വേണ്ടെന്ന് അവർക്ക് തന്നെ ഒരു ലക്കിൽ ലഗാനും ഒന്നുമില്ല. അപ്പം അവർക്കെല്ലാം ടെൻഷനാ. നിങ്ങൾക്കില്ലല്ലോ എന്നുള്ള ടെൻഷനാ അല്ലേ? ആകകളെ നോക്കിയിട്ടു മിൻ വിതയ്ക്കുന്നില്ല, കൊയ്ത് കള്ളപ്പൂരയൊന്നും നിറയ്ക്കുന്നില്ല. ആകകളെ നോക്കിടുവിൻ വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചേ. ഇത് കണ്ടമാനം വർദ്ധിച്ചു കഴിയുന്നത് സുഖമല്ല, അസുഖമാണ്. കോടിക്കണക്കിന് സ്വത്തുള്ള മാതാപിതാക്കൾ പലരും ആശ്വാസഭവന് കിടപ്പുണ്ട്, അനാഥശാലയെ കിടക്കുന്നു. കോട്ടയം സൈഡിലുള്ളതെല്ലാം മുണ്ടകപ്പാടത്ത് കിടക്കുന്നു. പത്തനാപുരത്തുമുണ്ട്. അതിൻ്റെ പേരെന്നാ? ഗാന്ധി ഭവൻ. കലയപുരത്തുമുണ്ട്, ജോസച്ചാൻ നടത്തുന്നത്. നമ്മുടെ ജോസല്ല. കാശില്ലാത്ത തള്ളയാന്നോ? വീടും ചുറ്റുപാടില്ലാത്ത അപ്പനാന്നോ? ഇഷ്ടം പോലുണ്ട്. അതേസമയം 5 പൈസ പോലും എടുക്കാനില്ലാത്ത വല്യമ്മത്തള്ള വീട്ടിൽ ഇപ്പോഴും അന്വേഷിക്കുക. ചിലപ്പം കയറുകെട്ടിലായിരിക്കും കിടക്കുന്നത്. കയറുകെട്ടിലേ മുളകുടച്ചതും കഞ്ഞിയായിരിക്കും, മതി. എന്നാലും തള്ള കുടുംബത്തുണ്ടെന്നുള്ളതാണ്. ചാകാൻ നേരത്ത് മേളിലോട്ട് വാരി നോക്കിയാൽ ചാകുകയും ചെയ്യാം. വാരിയെ ഓലപ്പരയാ, വാരിയെ നോക്കി മനസ്സിലാകാരിയാണോ? മരുമകൾ അനാവശ്യം പറഞ്ഞാൽ അടുത്തുണ്ടായിരുന്നു. യാകാൻ നേരത്തെങ്കിലും ഇച്ചിരി വെള്ളം അവൾ ഒടിച്ചു കൊടുക്കും. പിന്നെ കൊടുക്കുകയില്ലെന്നൊക്കെ അവൾ പറയും. അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്നാലും ഒന്നുമില്ല, നാട്ടുകാർ നിൽക്കുമ്പോൾ അവരെ കാണിക്കാനെങ്കിലും പിന്നെ കരച്ചിലില്ലേ അവൾ ഞെക്കി പിടിഞ്ഞാന്നല്ലോ ഒരു കരച്ചിൽ. അമ്മച്ചി ഇവള് കള്ളിയാ, ചുമ്മാ കരയെന്നതാ. അതെ, നാട്ടുകാരെ കാണിക്കാനെങ്കിലും കരയും.
പണ്ട് ഞാനൊരു അടക്കത്തിന് ഞാൻ അമ്മ പെറ്റതള്ളയ്ക്ക് വെള്ളം കൊടുക്കാത്തവളാണ്, അവൾ ആ കരയുന്നത്. അപ്പോൾ അടുത്തുള്ള ഹൈന്ദവ സ്ത്രീകൾ കയ്യെ കയറി പിടിച്ചിരിക്കുക. പേര് ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ലൈനിൽ കാണും. ഞാനൊരു പേരിടുക തങ്കമ്മ, ഞാനങ്ങ് ഇടുക. അതൊന്നും അല്ല പേര്. എന്നാൽ ഹിന്ദു സ്ത്രീകൾ പറഞ്ഞു തങ്കമ്മ കരയാതെ മരുമകളാ, തള്ളയ്ക്ക് വെള്ളം കൊടുക്കാത്തവളാ, തങ്കമ്മ ആക്ഷനാ അലയ്ക്കാൻ. ഞാൻ പറഞ്ഞ് കയ്യിൽ നിന്ന് വിടാൻ പറഞ്ഞ അവൾ അലയ്ക്കട്ടെ. അവർ കയ്യിൽ നിന്ന് വിട്ടപ്പോൾ അവൾ ചുമ്മാ നിൽക്കുക. ചുമ്മാതാന്നിതല്ല, അവൾക്ക് അലയില്ല ബഹളവും ഇല്ല. അവൾക്ക് മനസ്സിലായി ഇടിച്ച അവിടെ നെഞ്ചാ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഡെഡ് ബോഡി ഇടുമ്പോൾ പോതൊക്കെ ഇടും. എൻ്റെ അമ്മയെന്നും പറഞ്ഞ് ചുമ്മാതാ. അന്നേരം അണ്ടി പാമ്പ് വരുന്നു കൊത്താൻ, അവൾ എഴുന്നേറ്റ് ഓടും. ചുമ്മാ മറ്റുള്ളവരെ കാണിക്കാൻ. ഞാൻ ഇന്നലെ അടക്കത്തിന് പോയും പറഞ്ഞു, അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂ കൊണ്ട് കൊടുക്കണം, ഒരു റോസാപ്പൂ. ഇന്നലെ ഞാൻ പറഞ്ഞു റോസാപ്പൂ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോഴത്തെ അമ്മ അത് മണക്കുകയും ചെയ്യും. നല്ല മണമല്ലേ, മണക്കുകയും ചെയ്യും. അത് വാടുന്നത് വരെ ഒന്നേ കയ്യിലും അടുത്ത കാണും. അയ്യോ എൻ്റെ മോൻ തന്ന പൂവാ. ചത്ത് കഴിയുമ്പോൾ 30 പൂവുള്ള റീത്ത് തള്ളയുടെ നെഞ്ചത്ത് എന്തിനാടാ? ചുറ്റോടി 30 റോസാപ്പൂ, വൈറ്റ് റെഡ് അമ്മയുടെ നെഞ്ചത്ത്. എന്തിനാ ഇങ്ങനെ? ആ റീത്തിന് കൊടുക്കുന്ന കാശുണ്ടായിരുന്നേ ആ തള്ളയ്ക്ക് ഒരു നേരം നീ ഭക്ഷണം മേടിച്ചു കൊടുക്കരുതായിരുന്നു. അയൽക്കൂട്ടംകാരുടെ റീത്ത്. ഈ അയൽക്കൂട്ടംകാരെല്ലാം കൂടെ തള്ള ജീവിച്ചിരുന്നപ്പോൾ ഒരു നേരം ചെന്നവരുടെയൊക്കെ സംസാരിക്കുകയും മര്യാദയ്ക്ക് ഇടപെടുകാരനെ തള്ളയാകുകയില്ലായിരുന്നു. അയൽക്കൂട്ടംകാരൻ്റെ പഞ്ചായത്ത് വക വേറൊരു റീത്ത്. ആ പഞ്ചായത്തിൽ നിന്ന് ആ തള്ളയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കുകയായിരുന്നല്ലോ. ഗ്രാമസഭയുടെ ഉള്ള റീത്തെല്ലാം തള്ളയുടെ നെഞ്ചത്ത്. എന്തിനാ? അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് കൊണ്ട് കൊടുക്കണം. ഞാൻ ഇന്നലെ മരണ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ അപ്പനും അമ്മയ്ക്ക് മനസ്സിലായോ എൻ്റെ മോള് മേടിച്ചെന്ന തോർത്ത, അല്ലെ മോൻ മേടിച്ച തോർത്ത, അത് മാറാപ്പൊന്നിടാനും വെളിയിലോട്ട് ഇറങ്ങുമ്പോഴേ ഒന്നെടുത്ത് ഇടാനും അല്ലെ തലയൊന്ന് തോർത്താനും നാണിടം മറയ്ക്കാനും ഒക്കെ ഉതകുമല്ലോ, കുളിച്ചു തോർത്താനും. ചത്ത് പണ്ടൊക്കെ ഉണ്ട്, ഇപ്പോൾ അത് അധികം കാണില്ല. ചത്ത് കഴിയുമ്പോൾ കോടി ഇടുക. കോട്ടയംകാരുടെ താഴത്തങ്ങാടിക്കാരുടെ കോടി വന്നാട്ടെ. ഉടനെ 2 വിദ്വാന്മാർ ഇത് പിടിക്കാൻ തന്നെ ഇപ്പുണ്ട്. ഇങ്ങനെ കുടഞ്ഞു വെച്ചു ഒരു വലി. അന്നേരം ബന്ധുക്കാർ ഉന്നം വേണ്ട, ആ കോടി എനിക്ക് വേണം ബ്ലൗസ് തയ്പ്പിക്കാൻ. കലകം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ 100 കേസ് തരാൻ തെളിവ്. മനസ്സിലായോ? എടാ ജീവിച്ചിരിക്കുമ്പോൾ കോടിയും വേണ്ട, ഒന്നും കൊടുക്കണ്ട, ഒരു തോർത്ത് കൊണ്ട് കൊടുത്താൽ മതി. മനസ്സിലാകുന്നുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും ചോറോ കഞ്ഞിയോ ഇഷ്ടമുള്ളത് കൊടുക്കുക. അതാ ചെയ്യുക. അല്ല ചത്ത് കഴിഞ്ഞേച്ച് അരി തള്ളയുടെ വായിക്കകത്ത് വായിക്കരി എന്നാ പറയുന്നത്. എന്തിനീ ചത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇടുന്നു? നീ അത്ര അരി കൊടുക്കണ്ടായിരുന്നല്ലോ ജീവിച്ചിരുന്നപ്പോൾ. 1 നുള്ള അരി ഇട്ട് കഞ്ഞി വെച്ച് കൊടുത്തിരുന്നത് അത് നിങ്ങൾ ചൂട് കഞ്ഞി കുടിച്ചെങ്കിലും ചത്ത് കഴിഞ്ഞ് അരിയെല്ലാം കൂടെ നീ വാരി തള്ളയുടെ വായിക്കാത്തോട്ട്. മനസ്സിലാകുന്നില്ലേ? അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ എന്നൊരു ഉമ്മ കൊടുക്കണം. കവളത്തെ, പറ്റതള്ളയുടെ കവളത്തെ, ജനിപ്പിച്ച ജനകൻ അപ്പൻ്റെ കവളത്തെ. അവർക്കതൊന്നും ഓർമ്മയിലിരിക്കും. തള്ളയത്ത് കിടക്കുമ്പം വീഡിയോക്കാരും എല്ലാം 4 വശം നിൽക്കുക, പോട്ടെ ഒന്ന് ഉമ്മ കൊടുക്കുക. ഉമ്മ കൊടുക്കുമ്പോൾ വീഡിയോക്ക് ഇട്ട് നോക്കിയിട്ടാ. എന്തിനാ ചുമ്മാ? എന്തിനാ? നീ ആ തള്ള ജീവിച്ചിരുന്നപ്പം, പെറ്റതള്ള ജീവിച്ചിരുന്നപ്പോൾ അടുത്തിരുന്ന് അമ്മേ അഥവാ ഞാൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അമ്മ എന്നോട് അങ്ങ് ക്ഷമിക്കണം. ഞാൻ അന്നേരത്തെ ഇതിനങ്ങ് പറഞ്ഞതാ. ഒരു ഉമ്മയും കൂടെ കൊടുത്തേക്കണം. അമ്മയ്ക്കല്ലേ, അല്ലേ അപ്പനല്ലേ? അച്ഛാ ഞാൻ അന്നേരം അങ്ങ് പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണം. ജനിപ്പിച്ച അപ്പനല്ലേ, കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ. മരിച്ചു കഴിഞ്ഞേച്ച് മാറി മാറി ഉമ്മ പപ്പ, നിന്റെ പേരാ ഉമ്മച്ചൻ. ആരെ കണ്ടാലും
കണ്ടമാനം ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് ഉമ്മച്ചൻ. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണം മാതാപിതാക്കൾക്ക്. അന്ത്യചുംബനം. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ട ചില കടമകളും കർത്തവ്യങ്ങളുമുണ്ട്, ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്തിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. മരിച്ചു കഴിഞ്ഞാൽ ആരാ ഇങ്ങോട്ട് വരുന്നത്? ജീവിച്ചിരുന്നപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങ് എടുക്കണമെന്നും പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ച് കട്ടിലേക്ക് കിടന്നത്. ഇതുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങ് എന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ പറയാം പട്ടി എന്ന് പറയാം. നമ്മുടെ അപ്പച്ചനാന്നോടാ പട്ടിയായിട്ട് വരുന്നത്, വാലാട്ടുന്നുണ്ടെന്ന്. അത് പട്ടിയുടെ ജന്മസിദ്ധമായ ദൈവം കൊടുത്തിരിക്കുന്ന പ്രകൃതിയാണ് വാല് ആട്ടുക എന്നുള്ളത്. വല്യപ്പനാണോ? ആണ്ടെ വാടത്തേണ്ട ഇരുന്ന് കാര്യം നമ്മുടെ അമ്മച്ചിയാ. കാക്കയോ? കാക്കയായിട്ടും മെരുകല, പൂച്ചയായിട്ടും മെരുകല, കൊക്കായിട്ടും മെരുകല, കോഴിയായിട്ടും മെരുകല, കുളക്കോഴിയായിട്ടും മെരുകല, ഒന്നും ആയിട്ടും മെരുകല. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകും. ഹല്ലേലൂയ. അതാ വേറെ പുസ്തകത്തിലെ പ്രമാണം. അത് അങ്ങനെ തന്നെ. സ്തോത്രം. ഇപ്പോഴും ചിലർ മരിച്ച വീടുകളിൽ ചിലർ ആ മുറിക്കകത്ത് കയറുകയല്ലോ. അതിനെ കയറാതെ അതിനെ പേടിക്കാൻ കാര്യമാണ്. അവിടെ കറങ്ങി നടപ്പുണ്ട്. നമുക്ക് യാതൊരു വിശ്വാസവും ഇല്ലല്ലയോ. സ്തോത്രം. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തോണം. അപ്പൊ ഈ സമ്പത്ത് കണ്ടമാനം ഉണ്ടാകുന്നത് സുഖമല്ല, അസ്വസ്ഥതയാണ്, സിംഹഭാഗവും ടെൻഷനാണ്, എന്തെല്ലാം ബുദ്ധിമുട്ടാണ്. ഈ സമ്പത്ത് അവിടെ ആ ഉൽപ്പത്തി 13-ാം അധ്യായത്തിലുണ്ട്. സമ്പത്ത് വളരെ ആയിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർക്കാൻ വയ്യ. അങ്ങനെ നന്നായിട്ട് വായിച്ച ആ വാക്യം. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. എങ്ങനെയുണ്ട്? സമ്പത്ത് വളരെ ആയിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച്. അത് മനുഷ്യന്റെ പ്രകൃതിയാണ്. ഈ കണ്ടമാനം ചുറ്റുപാട് സാഹചര്യം വന്നാൽ പിന്നെ ഓരോരോ ടെൻഷനാ. ഒന്നുമില്ലാഞ്ഞ കാലത്ത് ഒരു ടെൻഷനും. ഓലപ്പരയായിരുന്നപ്പോൾ ഒരു ടെൻഷനും ഇല്ല. ഇപ്പോൾ ഓടിട്ട് അല്ല വാർത്ത വീടായി തേച്ച്. അപ്പോൾ ഇപ്പോഴത്തെ ടെൻഷൻ പെയിൻ്റ് അടിക്കുന്നത് ഏത് കളറാണ്? അപ്പം ടെൻഷൻ. മോൻ പറയുന്നു എന്തോ ഓഫ് വൈറ്റ് അടിക്കാമെന്ന്. അച്ചായൻ പറയുന്നു പറ നമുക്ക് പുറത്ത് വൈറ്റും അകത്ത് റോസും. ഇളയവക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടമല്ല. എൻ്റെ പാസ്റ്റർ ഞാനാ ഇതിനകത്ത് കടന്ന് ടെൻഷൻ. ഓലമറയായിരുന്നപ്പോൾ ഒരു ടെൻഷനും. ഏത് കളറാ? ഓലപ്പരയായിരുന്നപ്പോൾ ഒരു ടെൻഷനും ഇല്ല. ഇപ്പോൾ ഓടിട്ട് അല്ല വാർത്ത വീടായി തേച്ച്. അപ്പോൾ ഇപ്പോഴത്തെ ടെൻഷൻ പെയിൻ്റ് അടിക്കുന്നത് ഏത് കളറാണ്? അപ്പം ടെൻഷൻ. മോൻ പറയുന്നു എന്തോ ഓഫ് വൈറ്റ് അടിക്കാമെന്ന്. അച്ചായൻ പറയുന്നു പറ നമുക്ക് പുറത്ത് വൈറ്റും അകത്ത് റോസും. ഇളയവക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടമല്ല. എൻ്റെ പാസ്റ്റർ ഞാനാ ഇതിനകത്ത് കടന്ന് ടെൻഷൻ. ഓലമറയായിരുന്നപ്പോൾ ഒരു ടെൻഷനും. ഏത് കളറാ? ഞാൻ ഉദാഹരണമായി പറഞ്ഞത്. പണ്ട് വാതില് തൈതലിൻ്റെ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ല, പഴയ ആൾക്കാർക്ക് അറിയാം. ഈ ഈറ ചതച്ച് ഈറ അങ്ങോട്ട് ചതയ്ക്കും, അല്ലെ ഈ മുള ചതയ്ക്കും. അടത്തി കളയത്തില്ല, ചതയ്ക്കും. ഒരു ഇത്ര മണ്ണുള്ളൊരു മുള ചതച്ച് കഴിയുമ്പോൾ ഇത്ര നീളത്തിൽ കിട്ടും. അത് പഴയ അപ്പന്മാർക്കറിയാം. കയറിട്ട് പാകി അതാണ് കവക്. കിഴക്കൻ നാട്ടിൽ അന്ന് ക്രോസ് ഒരു കാപ്പിക്കമ്പ് വെക്കും, ഇല്ല കല്ലമുളയുടെ തന്നെ ഒരു കമ്പ്. ഇതാണ് അന്നത്തെ വാതിൽ. ഒരു ടെൻഷനും ഇല്ല. ചെത്തി അങ്ങോട്ട് വെക്കുക, ക്രോസ് കമ്പ് ഇടുക, പൂട്ടായി. ഇപ്പോഴോ മോൻ പറയുന്നു ഫ്രണ്ട് ഡോറ് ഈട്ടി മതിയെന്ന്, മോള് പറയുന്നു തേക്ക്
മതിയെന്നു. പെമ്പിളയ്ക്കാണ് മഹാഗണിയാണ് ഇഷ്ടം. അവള് ഗണിയാ, അതാ മഹാഗണി. അച്ഛൻ്റെ കാശുമില്ല. ടെൻഷനാണായി പറയുന്നേ. ഈ സമ്പത്ത് വർദ്ധിക്കുന്നത് കൊണ്ട് ഒന്നിച്ച് പേർക്കാൻ മേലെ. അങ്ങനെയല്ലേ ശാന്തി ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട്, സമ്പത്ത് കുറച്ചല്ല വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. ഒന്നിച്ച് എന്ന് പറഞ്ഞ ഇപ്പൊ പ്രൈവസിയായി. സമ്പത്ത് കണ്ടമാനമായപ്പം പ്രൈവസിയായി. നേരത്തെ അബ്രഹാമും സാറായിയും മിസ്റ്റർ ലോത്തും മിസ്സിസ് ലോത്തും എല്ലാം കൂടെ ഒരു കൂടാരത്ത് ഒന്നിച്ചാ. ഇപ്പം ഇത് കണ്ടമാനം വന്നു കഴിഞ്ഞപ്പം അന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു വീട്, ചെറിയ വീട്, ആനവായം വരാ, ഒറ്റ വാതില്, എല്ലാവരുടെ ഒരു വീട്ടില്. ഇപ്പം പിള്ളേർ പഠിച്ചു, മിടുക്കരായി, സമ്പത്തായി, സ്റ്റാൻഡേർഡായി, ചുറ്റുപാടെല്ലാം മാറി. ഇപ്പൊ സെപ്പറേറ്റ് ബെഡ്റൂമായി. മനസ്സിലാകുന്നുണ്ടോ? ഡ്രസ്സിംഗ് റൂം, അതിനോട് ചേർന്ന് ബാത്റൂം. ഇപ്പം അതിനൊക്കെ ഓരോ പേരുകളാണ് ഇടുന്നത്. എനിക്കൊന്നും അറിയാൻ മേല. ലിവിംഗ് റൂം, എനിക്ക് അത് കിട്ടാനായിരുന്നു. മാസ്റ്റർ ബെഡ്റൂം. ഇപ്പൊ ഈ ഉള്ള വീട് തന്നെ സൗകര്യം പോരെന്നാ പറയുന്നത്. ഓ അമ്മ, ഇവിടെ ഒരു സൗകര്യം എവിടെ? നിന്റെ പഴയ ചരിത്രം ഒന്നും എന്നെ കൊണ്ട് പണ്ട് ഞങ്ങളുടെ രാജാൻ പറഞ്ഞ് ഇളക്കരുത് എന്നെ കൊണ്ട്. നിനക്കൊരു കൂറയില്ലാതെ തെണ്ടി നടന്നതാ. നിനക്ക് നല്ലൊരു ഉടുതുണി പോലും ഇല്ലായിരുന്നു. നീ ഒരു നല്ല തുണി കൊടുക്കാൻ തുടങ്ങി പെന്തിക്കോസ് വന്നേ. പിന്നെ എല്ലാവരുടെയും കാര്യമല്ല എങ്കിലും സിംഹവാക ആൾക്കാരുടെയും. നീ വയറ് നിറച്ച് വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നത് ഈ മാർഗത്തിൽ വന്നേ. പിന്നെ എനിക്കിപ്പോൾ 4 മടക്കുന്ന കൊട, അതും ബോധിക്കുന്നില്ല. നീ ചേമ്പല വെച്ചോണ്ട് പോയതാ പള്ളി കൊടുത്തി, മുടുത്ത ചേമ്പല അല്ലേ, മറന്നോ? ചേമ്പല പിടിച്ചോണ്ട് പോയതൊന്നും ഓർക്കുന്നില്ല. ഇപ്പൊ 4 മടക്കുന്ന കൊട അങ്ങോട്ട് ബോധിക്കുന്നില്ല. ഓ ദേ അഹങ്കാരം. മനസ്സിലാകുന്നില്ലേ? മനസ്സിലാകുന്നില്ല? ഇതെന്തുവാ? അത് നെന്മീന. ഓ അതോ അത് മോദയാ, ടേസ്റ്റ് ഇല്ല. നീ ഉണക്കക്കുറിച്ച് ചുട്ട് തിന്ന് നിന്റെ അണ്ണാക്കി മുള്ളുടക്കി പച്ചച്ചോറ് ഉരുട്ടി നീ വിഴുങ്ങിയ നിന്റെ പഴയ കാര്യം ഒന്നും നീ എഴുന്നേക്ക. സ്തോത്രം. ഞാൻ തമാശ അല്ല പറഞ്ഞത്. തമാശ അല്ലീ പറഞ്ഞത്, നിങ്ങൾ രസിക്കാൻ പറഞ്ഞതുമല്ല. കല്ലേ വെച്ച് മുളക് അരച്ച ഒരു തുള്ളി എണ്ണ പോലും ഇല്ലായിരുന്നു. അല്ലെന്ന് ഓർക്ക്. സ്തോത്രം. ഇപ്പൊ ഈ സാഹചര്യം എല്ലാം കൂടെ വന്നപ്പോ അങ്ങോട്ട് ഭയങ്കര ടെൻഷൻ. എന്തോ ടെൻഷൻ? ഇപ്പൊ 2 ബെഡ്റൂമും അറ്റാച്ച്ഡും കിച്ചണ്, വർക്ക് ഏരിയ ഇതെല്ലാം കൂടെ വന്നിപ്പോ പിന്നെ അങ്ങ് ടെൻഷനാ. എന്തോ ടെൻഷനാ നിനക്ക് മോനെ? മറ്റേ മയക്കും ഞാൻ അത് കൊള്ളുകല്ലേ. സ്തോത്രം. ഞാൻ ദൈവമക്കളോട് പറയാം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഇപ്പൊ അങ്ങോട്ട് പോരാ. ഇപ്പൊ ചെറുതാന്നേലും വലുതാന്നേലും ഒരു കാറ് കിട്ടി, അല്ലെ ബൈക്ക്. അങ്ങനൊന്നും പോതിലൊന്നും ഇരിക്കുകയല്ല. പണ്ട് എന്തുവാ ടാറിടാത്ത ഉരുളങ്കല്ലുള്ള റോഡ് ലാംബട്രായി പോയതാ. പണ്ട് ലാംബട്ര എന്നാ പറയുന്നത്, കേട്ടിട്ടില്ലേ?
കാളവണ്ടി പോയപ്പോൾ അതിന്റെ പുറകെ ഞാൻ കിടന്നാ നീ കാരണം ഇച്ചിരിയെങ്കിലും വന്ന് സ്കൂൾ വിട്ട് വന്നപ്പം മണിയുണ്ട് കിലുങ്ങി. കാളവണ്ടിക്കാരൻ നിന്നെ എന്ത് ആട്ടിയതാ. അയാൾ അങ്ങോട്ട് തിരിയുമ്പോൾ നീ പിന്നെ ഞാലും. കാളവണ്ടിയാ ഞാൻ കിടന്ന നിന്റെ അഹങ്കാരം അല്ല ഓർക്കുന്നത് നല്ലതല്ലേ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നടത്തിയ വിധമൊന്നും മറക്കരുത്. അതുകൊണ്ട് ഹെബ്രോൻ സഭയിലുള്ളവരോട്, എന്നെ കേൾക്കുന്നവരോട് പറയുക, നീ ദൈവം തരുന്നതിനെല്ലാം ആദ്യം നന്ദി അർപ്പിക്ക്. സ്തോത്രം. ഈ കണ്ടമാനം സാഹചര്യം കൂടിയാലും പിന്നെ കുഴപ്പമാ. സ്തോത്രത്ത് കൂടിയാ കുഴപ്പമാ. ഇപ്പൊ എത്ര ജോഡി ചെരുപ്പുണ്ട്? ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ, നിങ്ങളെ മാത്രമല്ല. ബാത്റൂമിലിടാനൊന്ന്, ബെഡ്റൂമിലിടാനൊന്ന്, അടുക്കളയിൽ നിന്ന് വെളിയിലോട്ടിറങ്ങാൻ ഒന്ന്, മുറിക്കകത്തിടാൻ ഒന്ന്, സഭയെ വരാൻ വേറൊന്ന്, കല്യാണത്തിന് പോകാൻ എന്നിട്ടും തൃപ്തി വരുന്നുണ്ടോ? പറ. ഉണ്ടോ? പറ. പിന്നെ ആരുടെയും കാലയിലോട്ട് നോക്കുമ്പോൾ വേറൊരു ചെരുപ്പ്, ഉടനെ അത് കണ്ട് മോഹിച്ചു. എവിടുന്നാ മേടിച്ചു? ചിലക്ക് പിന്നെ പോലക്കേടുകാരുണ്ട്, യോഗത്തിന് വന്നേച്ച് ചെരുപ്പ് മാറിയിട്ടോണ്ട് പോകും. ഇവിടെ വരുന്നവരെല്ലാം യോഗം കഴിഞ്ഞ് നിന്റെ ചെരുപ്പ് ഇട്ടോണ്ട് നിനക്കെന്നാ യോഗം കഴിയുമ്പോൾ പ്രാന്തളകുകയാണോ? യോഗം കഴിഞ്ഞ് അങ്ങോട്ട് നോക്കിയിട്ട് നിന്റെ ചെരുപ്പ് തന്നെ കാണുമെന്ന് നോക്കി വെച്ചാൽ പോകണം. ചെരുപ്പ് മാറിയിട്ടോണ്ട് പോകരുത്. നിനക്ക് പണ്ടേ ഇച്ചിരി ഇളക്കമുള്ളതാ. അതങ്ങനെ അവനൊരു ചെരുപ്പ് മാറുമ്പോൾ അങ്ങനെ നോക്കിയിട്ടല്ലേ ഇടുന്നേ? ആ തങ്കച്ചാൻ്റെ കാര്യം അല്ലെന്ന് പറയാതെ എന്ത് അല്ല, കൂടി കിടക്കുമ്പോൾ ചിലരങ്ങ് പോകുക. ഇപ്പൊ എത്ര ജോഡി ചെരുപ്പുണ്ട്? ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറഞ്ഞത്. ഞാനിതിനെതിരല്ല. നിങ്ങൾക്ക് സാവകാശവും സാഹചര്യവും കിട്ടുമ്പോൾ മേടിച്ചോ, ഉപയോഗിച്ചോ. പക്ഷേ നേരത്തെ ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു പാരഗണിന്റെ ചപ്പൽ, അതിട്ട് തേഞ്ഞ് വെള്ളം മേടിച്ചത് അവസാനം നീല കളറായി. ആ കുതിയുടെ കാലിന്റെ ഉപ്പൂറ്റിയുടെ അവിടെ ഒരു ചെറിയ തുളയായി. രണ്ട് ചെരുപ്പിന്റെ അത് ചകിരി വെച്ച് തേച്ച് കല്യാണത്തിന് പോകാൻ തേച്ച് അതിന്റെ സൈഡൂടെ വെച്ച് കല്ലേ വെച്ച് ഒരച്ച് പോയപ്പോൾ വള്ളിയും പൊട്ടി. കടയിൽ ചെന്ന് 2 വള്ളിയും മേടിച്ചു. അന്നൊക്കെ വള്ളി കിട്ടും. 8ന്റെ ഒരു വള്ളി, 10ന്റെ ഒരു വള്ളി. കടയിൽ ചെന്ന് പറഞ്ഞ 8ന്റെ ആർക്കാ? പെമ്പിളക്ക്. 10ന്റെ ആർക്കാ? ഞാൻ തമാശ ഒന്നും പറയല്ല. നിനക്കിപ്പം ബാറ്റാടെ പിടിക്കുന്നില്ല, ബിർലയുടെ പിടിക്കുന്നില്ല, ലിബർട്ടിയുടെ പിടിക്കുന്നില്ല. അമ്മാമി ഹീലുണ്ടോ? എൻ്റെ ഹീല് സ്തോത്രം, സ്തോത്രം. ഇതായി ദൈവത്തിന്റെ ശാപം വരാൻ കാര്യം. തമ്പുരാൻ തരുന്നത് കൊണ്ട് തൃപ്തിയില്ലല്ലോ. പിന്നെ ആർത്തിയല്ലേ? എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ. ഞാൻ ദൈവമക്കളോട് പറയാ, അവിടുന്ന് തന്നതിനൊക്കെ നന്ദി അർപ്പിക്ക്. തന്നതിനെല്ലാം നീ സ്തോത്രം പറ. ദൈവത്തോട് നന്ദിയുള്ളവനായി ദൈവത്തിന് മഹത്വം കൊടുക്ക. ദൈവമേ, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ലായിരുന്നു, ഞാൻ ഇതിനൊന്നും അർഹയല്ലായിരുന്നു. അയ്യോ, നീ എനിക്ക് തന്നതാ. പ്രൈസ് ദി ലോർഡ്.